ദ ഫയർ ഇസ് ബിക്കോസ് ഓഫ് യൂണിറ്റി. യോജിപ്പിലാണ് തീ ഇറങ്ങുന്നത്. ദ ഫയർ ഈസ് ബിക്കോസ് ഓഫ് യൂണിറ്റി. നമ്മൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ യൂണിറ്റി, ഐക്യത, സ്നേഹം, ഇത് രണ്ടും വേണം. വചനവും പരിശുദ്ധാത്മാവും കൂടെ ചേരുമ്പോൾ തീ കത്തും. വചനവും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ദൈവവചനവും പരിശുദ്ധാത്മാവും കൂടെ ചേരുമ്പോൾ ഇഗ്നൈറ്റ്, തീ വരും അവിടെ. സ്നേഹവും യോജിപ്പും വരുമ്പോൾ അതിശയം നടക്കും. അതുകൊണ്ട് ആ പിശാചിൻ്റെ ജോലി എന്തുവാ? നമ്മളെ ഒരിക്കലും യോജിപ്പിക്കത്തില്ല. എന്താ വിശ്വാസികൾ തമ്മിൽ ചേർക്കാത്തത്? അവനറിയാം രണ്ടുപേര് ചേർന്നാൽ ഭൂമിയും ഭൂതലവും ഇളക്കാമെന്ന്. ഭാര്യ ഭർത്താക്കന്മാർ ആത്മാവിൽ ഐക്യത്തിൽ നിന്നോ സ്വർഗവും ഭൂമിയും അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. എത്ര പേർക്ക് ചെയ്യാൻ ഒക്കുന്നുണ്ട്? വലിയ സുവിശേഷം ചെയ്യുന്നിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരെ നോക്കിയാൽ ഒരാൾക്ക് കണ്ടിരിക്കുന്ന കഴിവ് മറ്റേ ആൾക്കുള്ളത് വേറൊരു കഴിവ്, അത് രണ്ടും കൂടെ യോജിക്കുമ്പോഴാണ് മിനിസ്ട്രി പൊങ്ങി വരുന്നത്. ഒരാൾ മിണ്ടുന്നവരായിരിക്കും, സംസാരം, മറ്റേ ആൾ പണം തരുന്ന വ്യക്തിയായിരിക്കും. ഒരാൾ സുവിശേഷം എഴുതുന്നതായിരിക്കും, മറ്റേ ആൾ പറയുന്നവരായിരിക്കും. അപ്പോൾ ഈ യോജിപ്പെന്ന് പറയുന്നത് ഒരാൾ തളരുമ്പം മറ്റേ ആൾ എൻകറേജ് ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയാണേലേ മിനിസ്ട്രി നിൽക്കത്തുള്ളൂ. ഭവനത്തിൽ തന്നെ ഛിദ്രതയുണ്ടെങ്കിൽ ഒരു മിനിസ്ട്രിയും മുൻപോട്ട് വരത്തില്ല. സഭകളിൽ ഛിദ്രതയുണ്ടെങ്കിൽ സഭ വളരത്തില്ല. ഭവനത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പണങ്ങിയാൽ മക്കൾക്ക് അനുഗ്രഹം കുറയും. ഒട്ടും സംശയമില്ലാത്ത സത്യങ്ങളാണ്. നോക്കിക്കോ, ചുറ്റുപാട് നോക്കിക്കോ. ഏതെങ്കിലും ഭവനത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ കലക്കമുള്ളിടത്ത് മക്കളുടെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യമില്ലാത്ത പ്രശ്നം കയറി വരും. എന്നാൽ ഇന്ന് തലമുറയായിട്ട് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്ന ചില കത്തോലിക്ക കുടുംബങ്ങളെ എനിക്കറിയാം. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കാൻ ആദ്യമായിട്ട് സൗദി വെച്ചാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. ഞാൻ അവർക്ക് വേണ്ടി കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്നത് മുട്ടോളമുള്ള വെള്ളത്തിലാണ് ആ കൊച്ചു നിൽക്കുന്നത്. ഞാൻ വല്ലപ്പോഴൊക്കെ ഞാൻ ദർശനം കാണത്തുള്ളൂ. പക്ഷെ അന്ന് ഞാൻ കണ്ടത് ഇന്നൊന്നും പോലെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ആ കൊച്ചിനോട് ഒരു ചോദ്യം ചോദിച്ചു. അതല്ല, നിൻ്റെ വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണോ വെച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് തലമുറയായിട്ട് അനുഗ്രഹിക്കുന്ന, പ്രാർത്ഥിച്ച് പാവങ്ങൾക്ക് നന്മ ചെയ്ത് മറ്റുള്ളവരെ കരുതി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ എപ്പോഴും എനിക്ക് കത്തോലിക്കരോടൊരു പ്രത്യേകത, കുടുംബത്തിന് അവരൊത്തിരി പ്രത്യേക ആനുകൂല്യമാണ്. അവർ കൊടുക്കും. കുടുംബത്തിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കും. എല്ലാ ദിവസവും അവർ പള്ളിയിൽ പോകും, രാവിലെ തുടങ്ങുന്നതിന് മുമ്പ്. അങ്ങനെ നിഷ്ഠയായിട്ട് ചെയ്യുന്നവരെ ദൈവം അധികമായിട്ട് തലമുറയായിട്ട് അനുഗ്രഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന അത് വേറെ കാര്യം. ഐ ഹാവ് സീൻ ഇറ്റ്. എന്നാൽ ഈ ഓരോ സഭയിലും അതിൻ്റെ നന്മകൾ എടുത്തു പറയാനുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. വചനത്തിനകത്ത് കഴിവുള്ളവരാണ് പെന്തക്കോസ്തുകാർ. പക്ഷേ അവർക്ക് ഒരു ബലഹീനത വരുന്നത് ആത്മീയ ഗോളത്തിൽ അഹങ്കാരം കയറി വരും. അത് വളരെ സട്ടിലാണ്, വളരെ ശ്രദ്ധിക്കണം. എന്നാൽ വേറെ ചിലങ്ങളിൽ നല്ല സ്തുതിപ്പാണ്, അങ്ങേറ്റത്തെ സ്തുതിപ്പാണ്. പക്ഷെ വചനത്തിൻ്റെ ആഴമില്ലാത്തതിനാൽ വേരിറങ്ങി വൃക്ഷം കിളുത്ത് ജീവവൃക്ഷമാകാൻ സാധിക്കുന്നില്ല. അല്പമൊക്കെ കിളുക്കും, അതിനകത്തങ്ങ് നിന്ന് പോകും. അതിൽ കൂടുതൽ കയറാനൊക്കുന്നില്ല, പരിമിതിയുണ്ട്. ഞാൻ നന്നൂരെന്നും പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ താമസിക്കാൻ പോയി. ഒരു 1.5 വർഷം ഞാൻ അവിടെ താമസിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണും നമ്മുടെ ചുറ്റുപാടും ദൈവാത്മാവില്ലാത്തൊരു സ്ഥലം. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഈ പ്രാർത്ഥന 2 നില കെട്ടിടം വരെ പൊങ്ങും, പൊടുവെന്ന് താഴോട്ട് വരും. അപ്പോൾ ഞാൻ ശരിക്കും അതെന്താ ഈ പ്രാർത്ഥിക്കുന്ന മുകളിലോട്ട് പോകാത്ത? അതൊരു പുതിയൊരു അനുഭവമായിരുന്നു എനിക്ക്. കാരണം യോജിപ്പുള്ളവരും ദൈവാത്മാവുള്ളവരും ഇല്ല അവിടെ. ചുറ്റുപാടും വളരെ പാവങ്ങളാണ് താമസിക്കുന്നത്. അവരെല്ലാം അന്യദേവന്മാർ, ക്ഷത്രങ്ങളാണ് ചുറ്റുപാടും. അവരുമ്പോൾ നമുക്കോട് യാതൊരു യോജിപ്പുമില്ല. കാരണം ദർ ഇസ് നത്തിങ് ഇൻ കോമൺ. അപ്പം പ്രാർത്ഥന നമ്മൾ അയക്കുന്നതിന് മുമ്പ് അവരുടെ പ്രാർത്ഥനകൾ വായുമണ്ഡലത്തിൽ തങ്ങി നിൽക്കുന്നതിനാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കുറവ്, യൂണിറ്റി ആൻഡ് ഫയറുള്ള പ്രാർത്ഥന പോകുന്നില്ല. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ശക്തമായിട്ട് പിന്നെ ആത്മാവിലുള്ളവർ നിർത്തി പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ വ്യത്യാസം ഞങ്ങൾ നിൽക്കുമ്പോൾ. എന്നിട്ടോ അവിടെ നിന്ന് ഫലപുഷ്ടിയാക്കാൻ എന്നാ പാടാ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടുവെച്ചാൽ വെള്ളം കയറി വരും. വെള്ളം കയറി അന്ന് വരെ വെള്ളം കയറുന്നത് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ കൃഷി ചെയ്തിട്ടും വെള്ളം കയറിയാൽ പോകൂല.
അപ്പം ഈ ഈ ടെറിറ്റോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് അത് എടുത്തു മാറ്റാൻ കഴിവുള്ള ഒരു നിരന്തരം പ്രാർത്ഥിച്ച് അത് വിശുദ്ധമാക്കണം. അതിനൊക്കെ നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് യൂണിറ്റി ആൻഡ് ലവ്. യൂണിറ്റി ആൻഡ് ലവ്, അടുപ്പ്, അതായത് യോജിപ്പും സ്നേഹവും, യോജിപ്പും സ്നേഹവും, വചനവും പരിശുദ്ധാത്മാവും, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കാതെ അവിടെയൊന്നും ഒരു പ്രവൃത്തിയും നടക്കൂല. എന്നാൽ അങ്ങനെ അതുകൊണ്ടാണ് ഈ പണ്ട് കാലം, ഇപ്പോഴല്ല, സർപ്പക്കാവ് വരെ പ്രാർത്ഥനാപരമുള്ളവർ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിട്ട് വീട് എടുക്കും. ഇന്നൊന്നും ആരും തയ്യാറാകത്തില്ല, പേടിയാണ് എല്ലാവർക്കും. അവർക്കറിയാം ആ ദൈവത്തിൻ്റെ ശക്തി. എത്രയോ കാടുകൾ വെട്ടിത്തെളിച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ ആലയങ്ങൾ ഉണ്ടാക്കിയത്. ഇന്നും ശത്രുക്കളുടെ മധ്യേ നിന്നല്ലേ ചൈനയിലൊക്കെ സുവിശേഷം പറയുന്നത്. മരണമെന്ന് അവർക്ക് പേടിയില്ല. യൂണിറ്റി ആൻഡ് ലവ്, പരിശുദ്ധാത്മാവും വചനവും. അപ്പം ഡു നോട്ട് ട്രിവിലൈസ് ദ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ രണ്ടുപേർ ഐക്യമത്യപ്പെടുന്നെങ്കിൽ അവിടെ ദൈവശക്തി ഇറങ്ങും. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഹാഗാറിനെ സാറായ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ഒരു കുഞ്ഞുണ്ടാകും, ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. സാറായിക്ക് മണ്ടത്തരം പറ്റി. സാറാ പറഞ്ഞു എനിക്ക് പ്രായമായില്ലേ. എന്നാൽ പിന്നെ ഹാഗാർ എന്ന് പറഞ്ഞൊരു ഈജിപ്ഷ്യൻ സ്ത്രീയെ കൊടുത്തു അബ്രഹാമിന്. അപ്പോൾ അബ്രഹാമിന് പ്രശ്നമില്ലാന്നപ്പം മനസ്സിലായി. അബ്രഹാമിന് ഈ ഹാഗാറിൽ കുഞ്ഞുണ്ടായപ്പം സാറായിക്ക് ദേഷ്യം പ്രശ്നമായി. സാറാ പറഞ്ഞിട്ട് ഹാഗാറിനെ ഇറക്കി വിടുന്നു. വഹിക്കാൻ വയ്യ. കാരണം ഇവള് ഇതുവരെ മാസ്റ്ററായി അല്ലെ അവിടുത്തെ മിസ്ട്രസ് ആയിരുന്നു. സാറായിക്കെതിരായിട്ട് അവൾ ദുഷ്ടകണ്ണോടെ നോക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയപ്പോൾ സാറാ പറഞ്ഞത് പ്രശ്നമാണെന്ന് പറയുമ്പോൾ അബ്രഹാം പറഞ്ഞു നീയല്ലേ ചെയ്ത് പറഞ്ഞു വിടുന്നെങ്കിൽ പറഞ്ഞു വിടാൻ പറഞ്ഞു. അദ്ദേഹം നല്ലൊരു മനുഷ്യനും. അങ്ങനെ ഹാഗാറിനെ പറഞ്ഞു വിടുന്നു. ഹാഗാറിനെ പറഞ്ഞു വിട്ടിട്ട് എന്ത് സംഭവിച്ചു? അവർ ലെഫ്റ്റ് സാറ ബിക്കോസ് ഓഫ് ഇൽ ട്രീറ്റ്മെൻറ്റ്. ബട്ട് ഗോഡ് കൺഫ്രണ്ട്സ് ഹർ. ദൈവം എന്ന് പറയുന്നു ഹാഗൻ ഗോ ബാക്ക്, തിരിച്ചുപോ, സബ്മിറ്റ് ടു സാറ. സാറായിക്ക് അധീനമായിട്ട് ജീവിക്കാൻ. അങ്ങനെ എത്ര പേർക്ക് പറയാനുണ്ട്? നമുക്ക് അധീനമായിട്ട് നമ്മൾ ദൈവശക്തിയിൽ നിൽക്കുന്നെങ്കിൽ, ദൈവത്തെ മാനിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അതിന് അധീനതയിൽ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ കടന്നു വരണം. വന്നേ പറ്റൂ. ദൈവത്തിൻ്റെ ഓർഡറാണത്. ദൈവം ദൂതനെ അയച്ചിട്ട് ഹാഗാറിനെ വിളിക്കുന്ന അബ്രഹാമിൻ്റെ സന്തതികളെ ഉൾക്കൊള്ളാനായിട്ട് ഒരു സ്ത്രീയെ ദൈവം ഹറായിക്കൂടെ പറഞ്ഞതുകൊണ്ട് അബദ്ധം പറ്റിയെങ്കിലും ദൈവം പറയുന്നത് സാറായുടെ വേലക്കാരിന്ന് അവിടെയും വിളിച്ചത്, അല്ലാതെ വേറെ പദവിയൊന്നും കൊടുത്തില്ല. ഇത് തിരിച്ചു പോകാൻ പറയുന്നു. അങ്ങനെ ദൈവം ചിലപ്പോൾ ഇടപെടണം. അപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ മേലേക്ക് അഭിഷേകത്തിൻ്റെ ഓയിൽ അല്ലെങ്കിൽ എണ്ണ പകർന്നുകൊണ്ടേയിരിക്കണം. വഴിതെറ്റി നടക്കുന്ന അനുസരണമില്ലാതെ നമ്മൾ ചില വാതിലുകളും ഒരു തരത്തിൽ തുറക്കാനൊക്കത്തില്ല. അടച്ചു വെച്ചിട്ട് അത്രയും നാളായി. പക്ഷെ നമ്മൾ പോയി ചെന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലെ തുരുമ്പെല്ലാം കളഞ്ഞ് ക്രമേണ അത് നമ്മൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പം പെയ്യനെ അത് തുറന്നു വരും. അതുപോലെയാണ് ചിലരുടെ ഹൃദയങ്ങൾ തുറക്കാൻ പാടാം. മക്കളുടേത് തന്നെത്താനും ഏതാണ്ട്, കാരണം നമ്മുടെ മക്കളല്ലേ, അവർ തന്നെത്താനും ഏതാണ്ടൊക്കെ കഴിവ് നേടിയെന്നും പറഞ്ഞ് അവരിയ്ക്കും. എന്ത് ചെയ്താൽ നമ്മൾ പറയുന്ന ആത്മീയ ശക്തി അല്ല ആത്മീയ സത്യങ്ങൾ അവരുടെ തലയിൽ കയറാത്തപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക. അഭിഷേകം വീഴണം. അവരുടെ മേലോട്ട് വീണ് കഴിയുമ്പോൾ ഒരു ദിവസം അത് തുറക്കുമെന്ന്. അന്നേരം വലിയ ശബ്ദമൊന്നും ഇല്ലാതെ തുറക്കും. കാരണം നമ്മൾ അഭിഷേകതയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക. എന്നാണിത് തുറക്കുന്നത്? പക്ഷെ തുറക്കുന്നിടം വരെ മനസ്സുമടുക്കാതെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ വചനങ്ങൾ ഇതൊക്കെ ഞാൻ ഈ പറയുന്നതല്ല അഭിഷേകത്തിലാണ് പറയുന്നത്. ചിലപ്പോൾ എനിക്ക് പ്രയാസമുള്ളപ്പോൾ ഞാൻ തന്നെ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് അതിൻ്റെ അഭിഷേകം എനിക്ക് മേലേക്ക് വരുന്നത് കാണാം. അപ്പോഴത്തേക്ക് ഞാൻ ബലം പ്രാപിക്കും. അയ്യോ അത് ഞാനല്ല എന്നിലുള്ള പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഇത്രയും ഒന്നിച്ചെടുക്കാൻ വെക്കുന്നു. എത്രയോ ഒന്നിച്ചിരുന്ന് എത്ര എണ്ണം സെഷൻസ് എടുപ്പിക്കുന്നത് ദൈവം. അത് ദൈവത്തിൻ്റെ ഒരു മഹാശക്തിയാണ്. അതൊരു കഴിവാണ്. അതൊരു കൃപയാണ് നമുക്കിട്ടിരിക്കുന്നത്. അതൊന്നും ചെറിയ കാര്യമല്ല. ആർക്കുമില്ലാത്ത ഒരു വലിയ വരമാണ് നമുക്ക്. അതിനെ മാനിക്കണം, അതിനെ ബഹുമാനിക്കണം, അതിനെ നമ്മൾ ട്രഷറായിട്ട് കാണണം. അപ്പം ദൈവം നമ്മളോട് പറയുന്നത് നീ പ്രൊഫസൈ ചെയ്യ്, ഞാനത് ഏറ്റെടുക്കും. ആയില്ലേ? മഹാപുരോഹിതൻ്റെയും അടുക്കലേക്കല്ലേ നീ ചെല്ലുന്നത്, കടന്നിയല്ലേ. അപ്പം ഇതിനൊരു ഇൻസിഡൻറ്റ് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടത്. ഒരു ലീഡ് പാസ്റ്റർ എന്ന് പറയുമ്പം പല പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഈ പെന്തക്കോസ്ത് സഭയ്ക്ക് പല പാസ്റ്റേഴ്സ് ഉണ്ട്. ലീഡ് പാസ്റ്റർ ഉണ്ട്, പിന്നെ ഹെൽപ്പേഴ്സ്, അസിസ്റ്റൻസ്. അങ്ങനെ എനിക്കറിയാം കോഴിക്കോടുള്ള ഒരിടത്ത് ഒരു ലീഡ് പാസ്റ്റർ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ 7 പാസ്റ്റേഴ്സ് ഒരു പള്ളിയിൽ. അതുപോലെ ആളുണ്ട്.
അതിനൊന്നും തെറ്റില്ല. അപ്പോൾ ഈ ലീഡ് പാസ്റ്റർ വചനം നല്ലതായിട്ട് പറയും. വചനം പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ വെച്ചൊന്നും അങ്ങനെ കേൾക്കുന്നത്, അദ്ദേഹത്തിന് അവർക്കൊരു വിലയിലാണ് ഇദ്ദേഹം, എൻ്റെ ഭർത്താവിന് അവർക്ക് അദ്ദേഹത്തിൻ്റെ ബലഹീനത കാണാൻ നിൽക്കും. അതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ പക്ഷേ ഈ പാസ്റ്റർ ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അഭിഷേകത്തിൽ ഇദ്ദേഹം എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിന്. പ്രസംഗിച്ചുകൊണ്ടിരിക്കും, പ്രസംഗിച്ച് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ എല്ലാവരും അന്വേഷിച്ചു. അവർക്കൊക്കെ ഭർത്താവ് പ്രസംഗിക്കുമ്പോൾ അല്ലെ ലീഡ് പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഭാര്യ പോകുക എന്ന് പറയുന്ന ഒരു അപമാനമാണ് ഒരു കണക്കിൽ. പക്ഷേ ഈ സ്ത്രീ അങ്ങ് ഇറങ്ങിപ്പോയി. ഈ സ്ത്രീ ഇറങ്ങിപ്പോയിട്ട് എല്ലാവരും വിചാരിച്ച് എന്ത് പറ്റിയിട്ടാണ് ഇവർ പോകുന്നത്. ഈ മനുഷ്യൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ലീഡ് പാസ് നല്ല പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് പ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എന്താണ് പോയതെന്ന്, എന്താ നീ നേരത്തെ ഇറങ്ങിപ്പോയെന്ന് ചോദിക്കണമെന്ന് കണ്ടാണ് വരുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ അദ്ദേഹം മേശപ്പുറത്ത് നോക്കുമ്പോൾ ടേബിളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു, നല്ല മേശയ്ക്ക് നല്ല പ്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു, എന്നും സെർവ് ചെയ്യുന്ന പ്ലേറ്റെല്ലാം കപ്പും സോസറും ഒക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഭക്ഷണം എല്ലാം മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉടനെ കഴിക്കാൻ നിൽക്കുമ്പോൾ അയാൾ ചോദിക്കുന്നത് നീ എന്താണ് എന്ന് വരാമെന്ന്. ആ സ്ത്രീ ഒന്നും പറയുന്നില്ല. ഭക്ഷണം എല്ലാം വിളമ്പി കഴിഞ്ഞ് വെച്ചാൽ ആ സ്ത്രീ പറയാണ്, സെർവൻ്റ് ഓഫ് ഗോഡ്, മൈ ഹൗസ് ഈസ് ഇൻ ട്രബിൾ. ആ സ്ത്രീ പറയുകയാണ്, സെർവൻ്റ് ഓഫ് ഗോഡ്, ദൈവപുരുഷ, എൻ്റെ വീട് പ്രശ്നത്തിലാണ്. അപ്പോൾ ഇതുവരെ ഭർത്താവിൻ്റെ അഭിഷേകം മനസ്സിലാക്കാതിരുന്ന സ്ത്രീ അന്നത്തെ ദൂതിനകത്ത് ഭർത്താവിൻ്റെ അഭിഷേകം മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ ഓടിപ്പോയി വീട്ടിൽ ചെന്നിട്ട് ഭർത്താവിനെ മാനിക്കുന്ന പോലെ, ദൈവത്തെ മാനിക്കുന്നത് പോലെ മേശപ്പുറം എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വൃത്തിയാക്കി ഭക്ഷണം വെച്ചിട്ട് പറയുന്നു, സെർവൻ്റ് ഓഫ് ഗോഡ്, ദൈവപുരുഷ എന്നാണ് വിളിച്ചത്. എൻ്റെ ഭർത്താവ് അല്ലെ എടാപാടാന്നൊന്നും അല്ല വിളിച്ച്, ദൈവപുരുഷ, എൻ്റെ ഭവനം ആകപ്പാടെ താറുമാറ്. അവരാ പറഞ്ഞ നിമിഷത്തിൽ ആ മനുഷ്യൻ്റെ മേലെ അഭിഷേകം വന്നിട്ട് ആ മനുഷ്യൻ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതോടുകൂടി ആ വീട്ടിലെ ബന്ധനം അഴിഞ്ഞു. എത്ര ഭവനങ്ങളിൽ ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കാത്തതുകൊണ്ട്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാത്തത് കൊണ്ട്, മക്കൾ അപ്പനമ്മയെ ബഹുമാനിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകം വന്നാൽ പോലും അനുഭവിക്കാൻ വയ്യാത്ത സ്റ്റേജ്. വളരെ സങ്കടമല്ലേ? അവർ യൂണിറ്റി ആൻഡ് ലവ്, കൊടുക്കേണ്ടവരെ ബഹുമാനിക്കാൻ. അത് തന്നെ ഞാൻ എൻ്റെ അടുത്ത തലമുറകളോട് പറയുകയാണ്. കർത്താവിൻ്റെ ഫയർ ഇറങ്ങണമെങ്കിൽ, തീ ഇറങ്ങണമെങ്കിൽ നമ്മൾ സ്നേഹവും ഐക്യതയും ഭാര്യ ഭർത്താക്കന്മാരിൽ വരണം. ഭർത്താവിൻ്റെ നന്മ കൊണ്ട്, ഭാര്യയുടെ നന്മ കൊണ്ടല്ല, അഭിഷേകമുള്ളവരാണ് നമ്മൾ. നമ്മുടെ മക്കൾ അഭിഷേകമുള്ളവരാണ്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയാണ്. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേക തൈലം വീണുകൊണ്ടിരിക്കുകയാണ്. അവനെ മാനിക്കാൻ പഠിപ്പിക്കണം. എൻ്റെ ഭാര്യയെ ദൈവമേ സ്നേഹം കൊണ്ട് നിറയ്ക്കണം, വിശുദ്ധ സ്നേഹം. തിരിച്ചു വരട്ടെ. ആരെ നിൽക്കുന്ന മക്കളെല്ലാം ഒന്നിച്ചാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അധികമായ അനുഗ്രഹം 2025 ആദ്യ മാസങ്ങളിൽ തന്നെ ദൈവം തരുന്നത് ഈ വർഷം കൊണ്ട് വലിയ അനുഗ്രഹങ്ങളുടെ ഒരു കലവറ തുറക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, അഭിഷേകത്തിൻ്റെ ശക്തി വരണമെങ്കിൽ യൂണിറ്റിയും സ്നേഹവും ഐക്യതയും, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും വചനവും ചേരണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ വലിയ അനുഗ്രഹ പദവി ഭവനത്തിൽ കയറും. എൻ്റെ ഭർത്താവിനോ എനിക്കോ അല്ലെങ്കിൽ ഭാര്യമാർക്കോ ആർക്കാണ് അഭിഷേകമുള്ളത്, ആ അഭിഷേകത്തെ മാനിക്കാൻ പഠിക്കും. അപ്പനമ്മമാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. അഭിഷേകമുള്ളവരെ അതുപോലെ അഡ്രസ്സ് ചെയ്യാൻ പഠിപ്പിക്കണം. അതിൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതായത് മൈ ഹൗസ് ഈസ് ഇൻ എറർ ലോർഡ്. കടന്നു വരണമേ കർത്താവേ. തലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവ് അയക്കുവാൻ തക്കവണ്ണം ബഹുമാനിക്കേണ്ടിയവരെ അവർ ബഹുമാനിക്കാൻ, ഭർത്താവിനെ മാനിപ്പിക്കാൻ, ഭാര്യമാരെ സ്നേഹിക്കാൻ, ചുളുക്കം മുതലായവ എല്ലാം കഴുകിക്കളഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് മാനിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്നു മുതൽ ഞങ്ങളുടെ ഭവനം നിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമായി മാറി. ഇവിടെയുള്ള ഓരോ കോൺവെർസേഷൻ, സംസാരവും ദൈവത്തിന് അനുകൂലമായി മാറട്ടെ. ദൈവം ഈ വീടിൻ്റെ ഉടമസ്ഥനായി മാറിയിരിക്കും. നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും തടഞ്ഞു വച്ചിരിക്കുന്നത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കടന്നു വരട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും
സമൃദ്ധിയുടെയും അനുഗ്രഹം ഭവനങ്ങളിൽ കടന്നു വരട്ടെ. തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. കർത്താവിൻ്റെ കൈ അവരുടെ മേൽ വെച്ച് അവരെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറഞ്ഞു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.